മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബിനും ഹസദിൻ്റെ മകൾ ഫാത്തിമയ്ക്കും പിറന്ന നാലാമത്തെ പുത്രനാണ് അലി റളിയല്ലാഹു അൻഹു. ക്രിസ്തുവർഷം 600 ആനക്കലഹത്തിന് ശേഷം 20-ാം വർഷം ഒരു റജബ് മാസം 12-നാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. അലിയെ കൂടാതെ അബൂ ത്വാലിബിനും ഫാത്തിമയ്ക്കും തോലിബ്, ഉബൈൽ, ജഅഫർ എന്നീ ആൺമക്കളും ഉമ്മുഹാനി, ജുമാന എന്നീ പെൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഓരോ സഹോദരന്മാർക്കുമിടയിൽ 10 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു. അതിനാൽ അലിക്ക് തൻ്റെ തൊട്ടു മുമ്പുള്ള സഹോദരൻ ജൗഫറിനേക്കാൾ 10 വയസ്സ് കുറവായിരുന്നു. കുട്ടിക്കാലത്തെ അതിസമർത്ഥനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. വട്ടമുഖം, ഒത്ത വലിപ്പം, ആ നടപ്പും ഭാവവും കുസൃതിയും ധീരതയുമൊക്കെ കണ്ടിട്ട് അലിയുടെ ഉമ്മ പറയുമായിരുന്നത്രേ, അലിക്ക് ഒരു പുലിക്കുട്ടിയുടെ ധീരതയുണ്ടെന്ന്. കുട്ടിക്കാലത്ത് മുഹമ്മദ് നബിയുടെ കൂടെയായിരുന്നു അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞിരുന്നത്. അൽ അമീനും ഖദീജ ബീവിയും അലിയെ സ്നേഹത്തോടെ വളർത്തി. അലിക്കും അവരോട് വലിയ സ്നേഹമാണ്. അച്ചടക്കത്തോടെ അൽ അമീൻ്റെ വീട്ടിൽ അവർ കളിച്ചു വളർന്നു. ബിംബങ്ങളെ ഒരിക്കൽ പോലും അദ്ദേഹം വണങ്ങിയില്ല. നല്ല സ്വഭാവങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിൽ പകർത്തി ആ കുട്ടി നല്ല പേര് സമ്പാദിച്ചു. കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചതും അലി റളിയല്ലാഹു അൻഹു തന്നെയാണ്. അന്ന് അദ്ദേഹത്തിന് 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പ്രവാചകരുടെ സന്തത സഹചാരിയായി മാറി അലി റളിയല്ലാഹു അൻഹു. വിശ്വാസത്തിൻ്റെ പാശം അവരുടെ ബന്ധം ദൃഢമാക്കി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബിയും ഞാനും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കഅബാലയത്തിൻ്റെ വാതിൽ പടിയിലെത്തിയപ്പോൾ അവിടുന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. അവിടുന്ന് എൻ്റെ ചുമലിൽ കയറി നിന്ന് എന്നോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എൻ്റെ അവശത ബോധ്യമായപ്പോൾ നബി താഴെ ഇറങ്ങി. പിന്നെ അവിടുന്ന് വാതിൽ പടിയിലിരുന്നു എന്നോട് അവിടുത്തെ ചുമലിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഞാൻ കയറേണ്ട താമസം അവിടുന്ന് എന്നെയും കൊണ്ട് എഴുന്നേറ്റു. ആകാശത്തെത്തിയതുപോലെയാണ് അപ്പോഴെനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് കഅബയുടെ മേൽക്കൂര തൊടാനായി. അവിടെ പിച്ചള കൊണ്ടോ ചെമ്പ് കൊണ്ടോ നിർമ്മിച്ച ഒരു വിഗ്രഹം ഉറപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടു. ഞാനത് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാനും താഴോട്ടും മേലോട്ടും വളയ്ക്കാനും തുടങ്ങി. അത് എൻ്റെ നിയന്ത്രണത്തിലായി എന്ന് കണ്ടപ്പോൾ അതിലൊക്കെ താഴെയിടാൻ അവിടുന്ന് എന്നോട് പറഞ്ഞു. ഞാനത് തള്ളി താഴെയിട്ടു. ഒരു പളുങ്കുപാത്രം പോലെ അത് പൊട്ടിച്ചിതറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. ആരും കാണാത്ത വിധം വീടിൻ്റെ പുറകിലൂടെ നടന്നു മറഞ്ഞു. ഹിജ്റയ്ക്ക് മുമ്പായിരുന്നു ഈ സംഭവം. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് നിസ്തുലമാണ്. സത്യാന്വേഷികളായി മക്കയിൽ എത്തിച്ചേരുന്നവർക്ക് മാർഗദർശനം ചെയ്യുകയും നബി സന്നിധിയിലേക്ക് വഴികാട്ടുകയും ചെയ്തിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിനുള്ള ബുദ്ധിയും യുക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രഗത്ഭരായ പലർക്കും വഴികാട്ടി അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയനായ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അതിനുദാഹരണമാണ്. പഠിക്കാൻ മിടുക്കനാണ് അലി റളിയല്ലാഹു അൻഹു. ഓർമ്മശക്തിയാകട്ടെ അപാരവും. ബുദ്ധിവൈഭവവും സാമർത്ഥ്യവും അസാധാരണം തന്നെയായിരുന്നു. ഒരിക്കലും അലസത അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. കേട്ടതെല്ലാം അദ്ദേഹം പഠിച്ചു, അതിലപ്പുറം മനനം ചെയ്തെടുത്തു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് നബി പറഞ്ഞു, ഞാൻ അറിവിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള കവാടവുമാണ്. ആരെങ്കിലും വിജ്ഞാനത്തെ സ്വായത്തമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അലി എന്ന കവാടത്തിലൂടെ കടന്നു വന്നുകൊള്ളുക. നബിയുടെ അസാന്നിധ്യത്തിൽ സ്വഹാബാക്കൾക്ക് മതകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും അവരുടെ പ്രശ്നങ്ങളിൽ വിധി പ്രഖ്യാപിച്ചതും അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇബ്നു സഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതവിധികൾ എന്നോട് ചോദിക്കുവെന്ന് പറയാൻ അലിക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ സ്വഹാബാക്കൾക്ക് അതിൽ സംശയിക്കേണ്ടി വന്നിരുന്നില്ല. നബി ഹിജ്റയ്ക്ക് പുറപ്പെട്ടപ്പോൾ നബിയുടെ പുതപ്പിൽ അലി റളിയല്ലാഹു അൻഹു കയറി കിടന്ന് ശത്രുക്കളെ കബളിപ്പിച്ച കഥ പ്രശസ്തമാണ്. കിടന്നുറങ്ങുകയായിരുന്ന അലിയെ വിളിച്ചുണർത്തി നബി പറഞ്ഞു, അലി, ഞാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ നാട്ടുകാരിൽ ചിലരുടെ സമ്പത്തുണ്ട്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അവരുടെ പേര് വിവരങ്ങളും സമ്പത്തും ഇവിടെയുണ്ട്. നീ അതവർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഈ കിടന്ന ശയ്യയിൽ നീ കിടക്കണം. അലി റളിയല്ലാഹു അൻഹു എല്ലാം കേട്ടു. നബി തൽക്കാലത്തേക്കാണെങ്കിലും പിരിയുന്നതിൽ വിഷമമുണ്ട്. ഈ നിർദ്ദേശങ്ങളിലെല്ലാം എന്തെങ്കിലും രഹസ്യമുണ്ടാകും. അത് പിന്നീട് മനസ്സിലാക്കാം. അലി റളിയല്ലാഹു അൻഹു അതനുസരിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങി ഒരു പിടി മണ്ണ് വാരി യാസീൻ സൂറത്തിലെ ചില സൂക്തങ്ങൾ അതിൽ ഊതി പുറത്തേക്കെറിഞ്ഞു. നിർഭയനായി മുന്നോട്ട് നടന്നു. ഊരി പിടിച്ച വാളുമായി കാവലിരിക്കുന്നവർ അനങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടതേയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി യസ്രിബിലേക്ക് പലായനം ചെയ്തു. അലി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ പുതപ്പ് പുതച്ച് കിടന്നുറങ്ങി. പ്രഭാതമായി അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അകത്ത് പുതച്ചുറങ്ങുന്നത് മുഹമ്മദാണെന്ന് ഊഹിച്ചിരുന്ന ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദ് ഇവിടെ തന്നെ ഉണ്ടാകും. അവൻ പുറത്തു പോവുകയാണെങ്കിൽ അലിയെ കൂട്ടാതിരിക്കില്ല. അവർ പിന്നെയും കാത്തിരുന്നു. നേരം നന്നായി പുലർന്നു. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്, നബി രക്ഷപ്പെട്ടിരിക്കുന്നു. രോഷാകുലരായ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് നാലുപാടുമോടി. രക്ഷപ്പെടാനുള്ള വഴികളിലെല്ലാം കുതിരയെ പായിച്ചു. പക്ഷേ അവർക്ക് നബിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. നബിയുടെ നിർദ്ദേശപ്രകാരം അലി റളിയല്ലാഹു അൻഹു സമ്പത്തെല്ലാം ഉടമകൾക്ക് എത്തിച്ചു കൊടുത്തു. മറ്റു ബാധ്യതകളൊക്കെ വീട്ടി. 3 ദിവസത്തിന് ശേഷം അദ്ദേഹവും കുടുംബവും യസ്രിബിലേക്ക് പുറപ്പെട്ടു. കുന്നും മലയും മരുഭൂമിയും താണ്ടിയുള്ള യാത്രയിൽ അലി റളിയല്ലാഹു അൻഹു ക്ഷീണിച്ചവശനായി. എങ്ങനെയോ അദ്ദേഹം യസ്രിബിലെത്തിയെന്നേയുള്ളൂ. തളർന്നു കിടപ്പിലായി. നബിയുടെ സന്നിധിയിലെത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അലി യസ്രിബിലെത്തിയത് നബി അറിഞ്ഞു. നിങ്ങൾ അലിയോട് എൻ്റെ അടുക്കൽ വരാൻ പറയൂ, അവിടുന്ന് അനുചരന്മാരോട് ആവശ്യപ്പെട്ടു. റസൂലെ, അലി ക്ഷീണിതനാണ്, നിൽക്കാൻ പോലും കഴിയുന്നില്ല, കാലുകൾ നീരുകെട്ടി വീർത്തിരിക്കുന്നു, സ്വഹാബികൾ അറിയിച്ചു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. അലിയുടെ നീരുകെട്ടി വീർത്ത കാലുകളിൽ നിന്ന് രക്തം കലർന്ന നീരൊലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് നബിക്ക് വിഷമം സഹിക്കാനായില്ല. അവിടുന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ബദറിൽ ധീരേതിഹാസം രചിച്ച ധീരശൂരരാണ് അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും. ബദർ ദിനത്തിൽ 22 ശത്രു പ്രമുഖരെയാണ് അലി റളിയല്ലാഹു അൻഹു വകവരുത്തിയത്. ഉഹുദ് യുദ്ധമുണ്ടായപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ശത്രുക്കൾ പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. ഉഹുദ് യുദ്ധാനന്തരം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഹിജ്റ 2-ാം വർഷത്തിലാണ് വിവാഹമെന്നും അഭിപ്രായമുണ്ട്. നബിയുടെ വാത്സല്യ ഭാജനങ്ങളായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം അങ്ങേയറ്റം ലളിതവും സംതൃപ്തിപൂർണവുമായിരുന്നു. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഉദാത്ത മാതൃകളായിരുന്നു അവർ. തൻ്റെ വീട്ടിലും നബിയുടെ വീട്ടിലും ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും ഒന്നുമില്ലാതിരുന്ന നാളുകളെക്കുറിച്ച് അലി തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ, സൈനബുൽ കുബ്ര, ഉമ്മു കുൽസുമുൽ കുബ്ര, മുഹസിൻ എന്നിവരായിരുന്നു ഈ ദമ്പതികളുടെ മക്കൾ. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് അബു ഹസൻ എന്ന അപരനാമത്തിലും അലി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നു. മണലിൻ്റെ വാപ്പ എന്നർത്ഥം വരുന്ന അബൂ തുറാബ് എന്ന പേരിലും അലി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നു. ഹിജ്റ 5 ശവ്വാൽ മാസത്തിൽ നടന്ന ഖന്തക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. മുമ്പൊരിക്കലും മുസ്ലിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധം പ്രതിസന്ധി സൃഷ്ടിച്ച യുദ്ധമെന്ന നിലയിൽ ഇതിനേറെ പ്രാധാന്യമുണ്ട്. ഖന്തക് യുദ്ധത്തിൻ്റെ ഗൗരവവും സങ്കീർണതകളും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ശത്രുക്കൾ മീതെ നിന്നും താഴെ നിന്നും നിങ്ങളുടെ നേരെ വന്നപ്പോൾ ഭീതിയാൽ നിങ്ങളുടെ കണ്ണ് തള്ളുകയും ഹൃദയം തൊണ്ടയോളം കയറുകയും നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പലവിധം മോഹിച്ചു പോവുകയും ചെയ്തു. വിശ്വാസികൾ ആ സന്ദർഭത്തിൽ നന്നായി പരീക്ഷിക്കപ്പെടുകയും ശക്തിയായി വിറപ്പിക്കുകയും ചെയ്തു. അഹ്സാബ് സൂറത്തിൽ പറയുന്ന ആയത്തുകളാണിത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധ നൈപുണ്യവും അസാമാന്യമായ ധീരതയും പൂർണ്ണമായി പ്രശോഭിതമായത് ഈ യുദ്ധത്തിലാണ്. ഹസ്രത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരുന്ന തുറസായ വഴിയിൽ മുസ്ലിങ്ങൾ വലിയ കിടങ്ങ് കുഴിച്ചു. 10,000-ഓളം വരുന്ന ശത്രു സൈന്യം മുന്നിൽ കിടങ്ങ് കണ്ട് അമ്പരന്നുപോയി. അറബികൾക്ക് അപരിചിതമായ യുദ്ധതന്ത്രമായിരുന്നു അത്. എങ്കിലും കിടങ്ങിൻ്റെ ഇടുങ്ങിയ ഒരു ഭാഗത്തു കൂടി ശത്രു സൈന്യത്തിലെ ഒരു വിഭാഗം കിടങ്ങ് മുറിച്ചു കടന്ന് മദീനയിൽ പ്രവേശിച്ചു. പ്രസ്തുത സൈന്യത്തിൽ 1000 മശ്വരൂഢ സൈന്യങ്ങൾക്ക് തുല്യനായി ഗണിക്കപ്പെടുന്ന അംർ ഇബ്നു അബ്ദൂദ് എന്നൊരു മല്ലനുണ്ടായിരുന്നു. തന്നോട് പോരാടാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അംർ വെല്ലുവിളിച്ചു. വെല്ലുവിളി സ്വീകരിച്ച് ആദ്യം പടക്കളത്തിൽ ഇറങ്ങിയത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവനെ നോക്കി ചോദിച്ചു, ഖുറൈശികളിൽ ആരെങ്കിലും 2 കാര്യത്തിലേക്ക് നിന്നെ വിളിച്ചാൽ ഒന്ന് തീർച്ചയായും സ്വീകരിക്കുമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി നീ സത്യം ചെയ്തിരുന്നുവല്ലോ. തീർച്ചയായും, അംർ മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ നിന്നെ അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കുന്നു, അലി പറഞ്ഞു.
അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അമ്രിൻ്റെ മറുപടി അതായിരുന്നു. എങ്കിൽ പോരിടാൻ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. അലിയും വിട്ടില്ല. കുട്ടി, നിന്നെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, നിസ്സാരമട്ടിൽ അമ്ര പറഞ്ഞു. എന്നാൽ അള്ളാഹുവാണേ, നിന്നെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, അലി തിരിച്ചടിച്ചു. ഇത് കേട്ട് വികാര വിക്ഷോഭിതനായി കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങിയ അമ്ര അലി റളിയല്ലാഹു അൻഹുവിന്റെ പടച്ചട്ട ഭേദിച്ച് ഒരടി കൊടുത്തു. ശേഷം ഓരിപ്പിടിച്ച വാളുമായി അലിക്ക് അഭിമുഖമായി യുദ്ധസന്നദ്ധനായി വന്നു നിന്നു. വാളുകൾ തമ്മിലുള്ള പയറ്റാണ് പിന്നീട് അവിടെ നടന്നത്. അധിക നേരം കഴിഞ്ഞില്ല, അമ്ര നിലം പതിച്ചു. പിന്നീട് അവൻ എഴുന്നേറ്റില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ വിധി നിർണായക സംഭവങ്ങളിലൊന്നായ ഹുദൈബിയ സന്ധിയിലും അലി റളിയല്ലാഹു അൻഹു സുപ്രധാന പങ്ക് വഹിച്ചു. ഹിജ്റ 6 ദുൽഖഅദിലാണ് ഈ സന്ധി ഒപ്പുവെച്ചത്. ഹറമിന്റെ അതിർത്തിയിൽ പ്രവേശിക്കാനുള്ള മുസ്ലിങ്ങളുടെ ആവശ്യം നിരാകരിച്ച ഖുറൈശികൾ ചർച്ചയ്ക്കായി സുഹൈൽ ഇബ്നു അംറിനെ നിയോഗിക്കുകയും സന്ധി തന്നെയാണ് ഖുറൈശികളുടെ ഉദ്ദേശമെന്ന് നബിക്ക് ബോധ്യമാവുകയും ചെയ്തതോടെയാണ് ഹുദൈബിയ സന്ധിക്ക് കളമൊരുങ്ങിയത്. ചർച്ചയ്ക്ക് ശേഷം ഇരു കൂട്ടരും ഒരു ധാരണയിലെത്തി. കരാർ എഴുതാൻ നബി ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുത്തു തുടങ്ങാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ റഹ്മാൻ എന്ന പദം ഒഴിവാക്കി ബിസ്മിക്കല്ലാഹുമ്മ എന്നെഴുതാൻ സുഹൈൽ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിൽ നിന്നുള്ള കരാർ എന്ന് നബി പറയേണ്ട താമസം സുഹൈൽ ചാടി എഴുന്നേറ്റു. താങ്കളെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനായി അംഗീകരിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ തടയാനോ നിങ്ങളുമായി യുദ്ധത്തിൽ നടത്തുവാനോ ഞങ്ങൾ ചെയ്യുമായിരുന്നില്ല. അതിനാൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നെഴുതിയാൽ മതി. അദ്ദേഹം ശഠിച്ചു. അലിയുടെ മുഖം ചുമന്നു, അരിശം കൊണ്ട് വിറച്ചു. നേരത്തെ എഴുതിയത് വെട്ടാൻ അലിയോട് തിരുനബി ആവശ്യപ്പെട്ടു. പ്രവാചക സ്നേഹത്തിൻ്റെ ആൾരൂപമായ അലിക്കതിന് കഴിയുമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു തൻ്റെ ധർമ്മസങ്കടം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വെട്ടിക്കളഞ്ഞു. മദീനയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഖൈബർ. മദീനയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ ഖൈബറിൽ ഒരുമിച്ചുകൂടി. അവർ അവിടെ വലിയ കോട്ടകൾ പണിതു. ശക്തമായ സൈനിക കേന്ദ്രമാക്കി അവർ മദീനയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരോടെതിരിടാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി. ഖൈബറിലേക്ക് റസൂൽ സൈന്യത്തെ അയച്ചു. പല കോട്ടകളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. വലിയ പാറയിൽ ഉറപ്പിക്കപ്പെട്ട ശക്തമായ കോട്ടയാണ് ഖാമോസ്. ആ കോട്ടയെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മുസ്ലിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പതാക നൽകി. പരാജയമായിരുന്നു ഫലം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പതാകവാഹനാക്കി. അന്നും വലിയ വിജയമുണ്ടായില്ല. മുസ്ലിങ്ങൾ വലിയ പ്രയാസത്തിലായി. സ്വഹാബാക്കൾ നബിയോട് വിഷമം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ പതാക കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ അള്ളാഹു ഖൈബർ വിജയിപ്പിക്കും. അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹം അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരായിരിക്കും ആ വ്യക്തി? ഓരോരുത്തരും ആ വ്യക്തി താനായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. സ്വഹാബികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. നേരം പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുബ്ഹ് നിസ്കരിച്ചു. അലി എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചു. അലി ചെങ്കണ്ണ രോഗിയായി കിടക്കുകയാണ്, സ്വഹാബാക്കൾ അറിയിച്ചു. അലിയെ കൂട്ടിക്കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി നബിയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. തല താഴ്ത്തി കണ്ണു പൊത്തി വരുന്ന അലിയെ കണ്ട് നബി ചോദിച്ചു, എന്താ പുതിയാപ്ലയുടെ നാണം മാറിയിട്ടില്ലേ? അങ്ങനെ അല്പം ഉമിനീരെടുത്ത് നബി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ പുരട്ടി. ഉടനെ ചെങ്കണ്ണ ഭേദമായി. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നബി പതാക ഏൽപ്പിച്ചു. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അലി റളിയല്ലാഹു അൻഹു അതിശക്തമായി പോരാടി. പല വമ്പന്മാരെയും വധിച്ചു. മുറഹിബ് രാജാവ് അലി റളിയല്ലാഹു അൻഹുമായി ഏറ്റുമുട്ടാൻ മുന്നോട്ട് വന്നു. അവർ മുഖാമുഖം നിന്നു. മുറഹിബ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ മുറഹിബ് രാജാവാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ആരാണെന്നറിയാമോ? ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ധീരത കാരണം മാതാപിതാക്കൾ എന്നെ വിളിച്ചത് പുലി എന്നാണ്. മുറഹിബും അലിയും ശക്തമായ പോരാട്ടം നടന്നു. യുദ്ധത്തിനിടെ അലി റളിയല്ലാഹുവിൻ്റെ കയ്യിലുള്ള പരിച തകർന്നു. അലി റളിയല്ലാഹുവിന് പതറിയില്ല. കോട്ടയുടെ വാതിൽ തന്നെ വലിച്ചെടുത്ത് വെട്ടുതടുത്തു. അലി റളിയല്ലാഹു അൻഹു മുറഹിബിനെ വധിച്ചു. ആ വാതിൽ പിന്നീട് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുവാൻ 7 പേർ ചേർന്ന് പൊക്കിയെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. തബൂക്ക് യുദ്ധത്തിലൊഴികെ എല്ലാ യുദ്ധങ്ങളിലും അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധ സമയത്ത് കുടുംബം സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു.
പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളും അലി റളിയല്ലാഹു അൻഹു പതാക പിടിച്ചിട്ടുമുണ്ട്. തൻ്റെ ആരോഗ്യത്തിലും കഴിവിലും അലി റളിയല്ലാഹു അൻഹു അല്പം പോലും അഹങ്കരിച്ചിരുന്നില്ല. കാലങ്ങൾ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. പ്രവാചകരോടൊത്തുള്ള ജീവിതം അവസാനിച്ചു. ഒരു സുവർണ കാലഘട്ടത്തിന് തിരശ്ശീല വീണു. നബി മരണപ്പെട്ട് 6-ാം മാസം ഫാത്തിമ ബീവിയും മരണപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിന് ദുഃഖം സഹിക്കാനായില്ല. തൻ്റെ ഭാര്യ എന്നതിലുപരി തിരുനബിയുടെ പ്രിയപ്പെട്ട മകളുമാണല്ലോ ഫാത്തിമ. 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. പ്രശ്നകലുഷിതമായ അന്തരീക്ഷം. ആരാവണം 4-ാം ഖലീഫ എന്ന ചർച്ചയും ചൂടുപിടിച്ചു. ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പലരും പല അഭിപ്രായക്കാരായിരുന്നു. ഒരു കൂട്ടം വിശ്വാസികൾ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് അലിയുടെ വസതിയിലെത്തി. നിങ്ങളുടെ കൈ നീട്ടൂ, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ, ആ സ്ഥാനം അലങ്കരിക്കാൻ ഏറ്റവും യോഗ്യൻ അങ്ങാണ്, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. അലി ക്ഷുഭിതനായി. നിങ്ങൾ ആരാണത് തീരുമാനിക്കാൻ? ബദറിലെ പോരാളികൾ എവിടെ? അവർ ആരെ തൃപ്തിപ്പെടുന്നുവോ അവരായിരിക്കും ഖലീഫ, അദ്ദേഹം പ്രതികരിച്ചു. ആ പദവി ഏറ്റെടുക്കാൻ നിങ്ങളെക്കാൾ യോഗ്യനായ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. താങ്കളുടെ കൈ ഇങ്ങോട്ട് നീട്ടിയാലും ഞങ്ങൾ ബൈഅത്ത് ചെയ്തു കൊള്ളട്ടെ, ആഗതർ വീണ്ടും പറഞ്ഞു. ത്വൽഹയും സുബൈറും എവിടെ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ത്വൽഹ കൈയുയർത്തി. നിങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം പ്രസന്നമായി. താമസിയാതെ അദ്ദേഹം മദീന പള്ളിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു. എല്ലാവരും പള്ളിയിൽ പ്രവേശിച്ചു. ഖലീഫ സ്ഥാനം ഏറ്റെടുത്തതായി അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഹിജ്റ വർഷം 35 ക്രിസ്താബ്ദം 656 ജൂൺ 24-ാം തീയതിയായിരുന്നു അന്ന്. മറ്റൊരാളെ തൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ താൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്നും അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. സദസ്സ് നിശബ്ദമായി. ഖലീഫ പ്രസംഗം തുടങ്ങി. നന്മയും തിന്മയും വേർതിരിക്കുന്ന ഗ്രന്ഥം അള്ളാഹു നിങ്ങളിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. അതിൽ നിന്ന് നന്മയെ തിരഞ്ഞെടുക്കുക, തിന്മ ഉപേക്ഷിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയവ പ്രവർത്തിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. തീർച്ചയായും കുറേ കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. എല്ലാ ആദരവിനേക്കാളും മുസ്ലിങ്ങളുടെ ആദരവിനെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. തൗഹീദിനെ നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക. നിർബന്ധിതാവസ്ഥയിലല്ലാതെ മുസ്ലിമിനെ പ്രയാസപ്പെടുത്തരുത്. മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെടണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക. ഓരോരുത്തരും മരിക്കും. മരണത്തിന് പരിധി നിശ്ചയിക്കാൻ സാധിക്കില്ല. അടിമകളോട് നല്ല നിലയിൽ വർത്തിക്കുക. നിങ്ങളോട് നിങ്ങളുടെ സ്ഥലങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെടും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. നന്മ പ്രവർത്തിച്ചാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. തിന്മ പ്രവർത്തിച്ചാൽ അതിനുള്ള പ്രതിഫലവും ലഭിക്കും. നിങ്ങളിവിടെ തുച്ഛമാണെന്ന കാര്യം ഓർക്കുക. ഖലീഫയായതോടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധ ജനങ്ങളിലേക്കായി. മുസ്ലിങ്ങളുടെ വിജയത്തിനായി സത്യസന്ധതയുടെ പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. അഴിമതിക്കാരായ ഭരണാധികാരികളെ പിരിച്ചുവിട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണനയം നടപ്പിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഖലീഫമാരുടെ ഭരണകാലത്തെ രേഖകളെല്ലാം സൂക്ഷിക്കുവാൻ പ്രത്യേകം ഏർപ്പാടുകൾ ചെയ്തു. ഹാജിബ് എന്ന പ്രധാന ഉപദേശകന്റെ തസ്തിക ഭരണ സംവിധാനത്തിൽ ഏർപ്പെടുത്തി. പോലീസ് സേനയെ പുനർസംവിധാനം ചെയ്തു. അതിൻ്റെ മേധാവിയായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തു. പോലീസ് ചുമതലകൾ വ്യക്തമായി നിർവഹിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിൽ വരുത്തിയ ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായ മുആവിയ അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. ഖലീഫയുടെ കീഴിലുള്ള ഒരു ഗവർണറാണ് താനെന്ന് പോലും അദ്ദേഹം ഓർത്തില്ല. മുആവിയയുടെ പിന്നിലും ജനങ്ങളുണ്ടായി. അവർ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. ചില പ്രമുഖ സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിന് എതിരായി. അതിൽ അദ്ദേഹം ശക്തിയായി ഖേദിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ചില സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിന് എതിരായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ അലി റളിയല്ലാഹു അൻഹു തിരഞ്ഞുപിടിച്ച് ശിക്ഷിച്ചിട്ടില്ല എന്ന കാരണമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാതിരിക്കാൻ അവർ പറഞ്ഞത്. സിറിയൻ ഗവർണറായ മുആവിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ ഉടൻ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് വാദിച്ചു. രാജ്യത്തെ സ്ഥിതിഗതികൾ നേരെയാക്കിയ ശേഷം മതിയെന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാദം. പ്രശ്നം കലുഷിതമായി. ആയിഷ ബീവിയുടെ കീഴിൽ ഒരു വൻ സൈന്യവുമായി അവർ ബസ്രയിലേക്ക് പുറപ്പെട്ടു.
എന്നാൽ അലി റളിയല്ലാഹുവിന്റെ സൈന്യവുമായി സന്ധിച്ച അവർ ചർച്ചയ്ക്ക് ശേഷം യുദ്ധം ഒഴിവാക്കി തിരിച്ചു പോകാനുള്ള ധാരണയിലെത്തി. എന്നാൽ അന്ന് രാത്രി ചില ഗൂഢാലോചനക്കാർ ഇരുവിഭാഗത്തിൻ്റെയും ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി. മറുവിഭാഗം സന്ധി ലംഘിച്ചു എന്ന ധാരണയിൽ പിറ്റേന്ന് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടുകയും ചെയ്തു. യുദ്ധത്തിനിടയിലും അലി റളിയല്ലാഹു അൻഹു സമാധാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് അദ്ദേഹം ചോദിച്ചു, സത്യവിശ്വാസികളുടെ മാതാവേ, അങ്ങയുടെ അവസ്ഥ എന്താണ്? എൻ്റെ അവസ്ഥ നല്ലത് തന്നെ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളോട് അള്ളാഹു ക്ഷമിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, നിങ്ങളോടും അള്ളാഹു ക്ഷമിക്കട്ടെ. യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി 10,000-ഓളം പേർ വധിക്കപ്പെട്ടു. കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അലി റളിയല്ലാഹു അൻഹു 3 ദിവസം ബസറയിൽ തങ്ങി. ഹിജറ 36 ജമാദുൽ ആഖിർ 15-ാം തീയതിയാണ് ഈ യുദ്ധം നടന്നത്. ചരിത്രത്തിൽ ഇത് ജമൽ യുദ്ധം എന്നറിയപ്പെടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകപ്പുറത്തിരുന്ന് യുദ്ധം നയിച്ചതിനാലാണ് ഇതിന് ജമൽ യുദ്ധം എന്ന പേര് വന്നത്. ജമൽ യുദ്ധാന്തരം ബസ്വറക്കാർ അലി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഇറാഖുകാർ ഭൂരിഭാഗവും തൻ്റെ അനുകൂലികളായതുകൊണ്ട് ജമൽ യുദ്ധാനന്തരം അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെട്ടു. അവിടം തൻ്റെ ഭരണത്തിൻ്റെ തലസ്ഥാനമായി നിശ്ചയിച്ചു. ഒരിക്കൽ ഖലീഫ അലി റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണർക്ക് കത്തെഴുതി. അള്ളാഹുവിൻ്റെ ദാസനായ അലി യമനിലെ ഗവർണർക്ക് എഴുതുന്നത്, എൻ്റെ മുൻഗാമികൾ നിയമിച്ചതുപോലെ ഞാനും നിങ്ങളെ യമനിലെ ഗവർണറായി നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ഭരണത്തിൽ മര്യാദ പാലിക്കണം. 10 പേരുടെ നേതാവാണെങ്കിലും അനുയായികളോട് മര്യാദയോടെ പെരുമാറിയില്ലെങ്കിൽ അന്ത്യനാളിൽ കൈകൾ പിടരിയിലേക്ക് വലിച്ചു കെട്ടിയ നിലയിൽ അവനെ വിചാരണ ചെയ്യപ്പെടും. ഈ കത്ത് ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുക. അവർ എന്നെ ബൈഅത്ത് ചെയ്താൽ അവരിൽ സാഹിത്യകാരും പ്രധാനികളുമായ 10 പേരെ എൻ്റെ അടുത്തേക്ക് അയക്കുക. സലാം. നിർദ്ദേശാനുസരണം ഗവർണർ ഖലീഫയുടെ കത്ത് യമനിൽ വിതരണം ചെയ്തു. യമൻ വാസികൾ ഒന്നടങ്കം അലി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. 10 പേർ ഖലീഫയുടെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. ഇബ്നു മുൽജമും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ കൂഫയിൽ ഖലീഫയുടെ സന്നിധിയിലെത്തി. സാഹിത്യകാരനും സമർത്ഥനുമായിരുന്നു ഇബ്നു മുൽജം. അലി റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ഗാനം ആലപിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് ആ ഗാനം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇബ്നു മുൽജമിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം. ഏത് വംശം? മുറാദ് വംശം. അലി റളിയല്ലാഹു അൻഹു ഉടനെ ആപത്ത് സംഭവിച്ചാൽ ചൊല്ലുന്ന വചനം ഒഴിഞ്ഞു, ഇന്നാ ലില്ലാഹി. ഇബ്നു മുൽജം ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്താണ് എന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മുൽജം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യം പറയുമോ? തീർച്ചയായും, ഞാനൊന്നും മറച്ചു വെക്കില്ല, മുൽജം പറഞ്ഞു. ഖലീഫ ചോദിച്ചു, കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെ വളർത്തിയത് ഒരു ജൂത സ്ത്രീ ആയിരുന്നില്ലേ? നിർഭാഗ്യവാനെ, നീ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവനേക്കാൾ ഭാഗ്യം കെട്ടവനാണ് എന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആ വളർത്തമ്മ പറയാറുണ്ടായിരുന്നില്ലേ? മുൽജം പറഞ്ഞു, ശരിയാണ്, അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഖലീഫ പറഞ്ഞു, എങ്കിൽ നീയായിരിക്കും എന്നെ കൊല ചെയ്യുന്നവൻ. ഖലീഫയുടെ വാക്കുകൾ കേട്ട് മുൽജം ഞെട്ടിത്തരിച്ചു. എന്താണ് അങ്ങ് പറയുന്നത്? ഞാൻ അങ്ങയെ വധിക്കുമെന്നോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. ഖലീഫ പറഞ്ഞു, മുൽജം, അത് സംഭവിക്കുക തന്നെ ചെയ്യും, നബിയുടെ പ്രവചനമാണത്. മുൽജം പറഞ്ഞു, എങ്കിൽ അങ്ങ് എന്നെ ഇപ്പോൾ തന്നെ വധിക്കൂ, അല്ലെങ്കിൽ നാട് കടത്തൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും വേണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചോളൂ, എല്ലാം അള്ളാഹുവിൻ്റെ വിധി പോലെ സംഭവിക്കും. ഒരു ഭൃത്യനെ പോലെ ഖലീഫയെ പരിചരിച്ചുകൊണ്ട് ഇബ്നു മുൽജം അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അയാളുടെ ആകൃതിയും സ്വഭാവവും മര്യാദയോട് കൂടിയ പെരുമാറ്റവും അലി റളിയല്ലാഹു അൻഹുവിനെ ആകർഷിച്ചു. 5 വർഷം ഖലീഫയോടൊപ്പം അദ്ദേഹം കൂഫയിൽ താമസിച്ചു. നെഹ്റുവാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. നെഹ്റുവാൻ യുദ്ധത്തിൽ ഖലീഫയുടെ വിജയവാർത്ത ഈജിപ്തുകാരെ അറിയിക്കണം മുൽജം ആഗ്രഹിച്ചു. അദ്ദേഹം ഖലീഫയോട് ഈജിപ്തിലേക്ക് പോകുവാൻ സമ്മതം ചോദിച്ചു. ഖലീഫ സമ്മതിച്ചു. മുൽജം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ആഹ്ലാദകരമായ യാത്ര. ബനു തമീം വംശക്കാരുടെ പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ഖത്താമി എന്നൊരു സ്ത്രീയെ മുൽജം കണ്ടെത്തി. നെഹ്റുവാൻ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാവാണിയാൾ എന്ന് മനസ്സിലാക്കിയ ഖത്താമി മുൽജമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഖത്താമിയുടെ സൗന്ദര്യത്തിൽ മുൽജം സ്വയം മറന്നു. അവൾ അയാളോട് യുദ്ധവാർത്തകൾ അന്വേഷിച്ചു. മുൽജം എല്ലാം വിവരിച്ചു. യുദ്ധത്തിൽ അവളുടെ സഹോദരങ്ങൾ, പിതാവ്, ഭർത്താവ് തുടങ്ങി കുടുംബത്തിലെ 40 പേർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖഡ്ഗത്തിനിരയായി മൃതിയടഞ്ഞിട്ടുണ്ടെന്ന് മുൽജം വിഷമത്തോടെ പറഞ്ഞു.
ഖത്താമി കരയാൻ തുടങ്ങി. അവളെ സമാധാനിപ്പിച്ചു. ഇതിന് അലിയോട് പകരം ചോദിച്ചിട്ടല്ലാതെ ഞാൻ മരിക്കില്ല. ഖത്താമി പ്രതിജ്ഞയെടുത്തു. മുൽജം ഖത്താമിയെ വിവാഹം ചെയ്യാൻ അന്വേഷിച്ചു. ഖത്താമി പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്നാൽ അതിനു മുമ്പ് 3 നിബന്ധനകൾ നിങ്ങൾ പാലിക്കണം. 2 കാര്യങ്ങൾ സാരമില്ല, ഒന്നാണ് പ്രയാസം. മുൽജം ചോദിച്ചു, എന്താണ്, പറയൂ. ഖത്താമി പറഞ്ഞു, നിങ്ങൾ അലിയെ വധിക്കണം. ഞെട്ടിക്കൊണ്ട് മുൽജം പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനോ? വേറെ ആരെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ വധിക്കാം, പക്ഷേ അലിയെ വധിക്കാൻ എനിക്ക് കഴിയില്ല. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, നബിയുടെ മരുമകൻ, ബദറിലും മുഹദിലും ഖൈബറിലും മറ്റ് സർവ്വ യുദ്ധങ്ങളിലും തിളങ്ങിയ വ്യക്തിത്വം, അദ്ദേഹത്തെ എങ്ങനെ വധിക്കും? മുൽജം സ്തംഭിച്ചു നിന്നു. ഖജാനകൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർണങ്ങളും മറ്റും കാണിച്ച് ഖത്താമി വീണ്ടും മുൽജമിനെ പ്രകോപിച്ചു. നേരിട്ട് പോരാടി അലിയെ വധിക്കാൻ മനുഷ്യരാൽ സാധ്യമല്ല. അതിനാൽ ഞാനൊരു തന്ത്രം പറഞ്ഞു തരാം, ഖത്താമ പറഞ്ഞു. ഇതാ ഈ ഖഡ്ഗം പിടിക്കൂ. 40 വട്ടം കടുത്ത വിഷത്തിലൂട്ടിയതാണ് ഈ ഖഡ്ഗം. ഇതുകൊണ്ടല്ലാതെ അലിയെ വധിക്കാനാവില്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അദ്ദേഹം പരിസരം മറക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം റുക്കുഇലോ സുജൂദിലോ ആയിരിക്കുമ്പോൾ ആഞ്ഞു വെട്ടുക. ഇതുകൊണ്ട് ഒറ്റ വെട്ടേറ്റാൽ മതി, അലിയുടെ കഥ കഴിയും. ഉടനെ ഓടി ഇങ്ങോട്ട് പോരുക. പിന്നീട് നമുക്കിവിടെ സുഖമായി ജീവിക്കാം. ഖത്താമിയുടെ പ്രലോഭനത്തിൽ ഇബ്നു മുൽജം വീണു. അയാളുടെ മനസ്സാക്ഷി മരവിച്ചു. അയാളൊരു പിശാചായി മാറി. അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഖത്താമിയുടെ കയ്യിൽ നിന്നും വാൾ സ്വീകരിച്ച് അയാൾ കൂഫയിലേക്ക് കുതിച്ചു. പള്ളിയിൽ സുബ്ഹ് ബാങ്ക് വിളിച്ചു. നിസ്കാരത്തിന് ജനങ്ങൾ എത്തിത്തുടങ്ങി. നിസ്കാര സമയമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറുന്നു നിന്ന് ഇമാമായി നിസ്കരിക്കാൻ തുടങ്ങി. മുൽജം പതുങ്ങി ചെന്നു. അലി റളിയല്ലാഹു അൻഹു തൻ്റെ 2ാം റക്അത്തിലെ സുജൂദിലാണ്. അയാൾ ആ വിശുദ്ധ പെരടിക്ക് നേരെ വാൾ ആഞ്ഞു വീശി. ഇന്നാ ലില്ലാഹ്. പിരടിയിൽ ആഴത്തിലുള്ള വെട്ടേറ്റു. അലി റളിയല്ലാഹു അൻഹു നിലത്തു വീണു. ജനങ്ങൾ ചുറ്റും ഓടിക്കൂടി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ, മുൽജം എന്നെ വെട്ടിയിരിക്കുന്നു. ഇബ്നു മുൽജം, നിന്നെ ഞാൻ മറ്റുള്ളവരെക്കാൾ സ്നേഹിച്ചത് കൊണ്ടാണോ നീ ഇത് ചെയ്തത്? നീ എന്നെ വധിക്കുമെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരാളെയും രക്ഷിക്കുന്നത് ന്യായമല്ലല്ലോ. ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് ഖലീഫ പറഞ്ഞു, ഞാൻ വിട പറയുന്നതിന് മുമ്പായി നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക. ജനങ്ങൾ പലതും ചോദിച്ചു തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു എല്ലാറ്റിനും മറുപടി പറഞ്ഞു. പക്ഷേ കൂടുതൽ സംസാരിക്കുന്നത് അപകടകരമായി തീരുമെന്ന് മനസ്സിലാക്കിയ ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയോട് അധികം സംസാരിക്കാതിരിക്കാൻ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഇബ്നു മുൽജമിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ അയാളെ പിടിച്ചുവെച്ചു. അയാളെ ചൂണ്ടി അലി റളിയല്ലാഹു അൻഹു ഹസനോട് പറഞ്ഞു, ഇവനെ ബന്ധിക്കുക. ബാക്കിയായാൽ ഇവനെ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഇനി ഞാൻ മരിച്ചാൽ നിങ്ങൾ ഇവനെ വധിക്കുക. അവനെ അംഗഭംഗം വരുത്തരുത്. കടിക്കുന്ന നായയെപ്പോലും അംഗഭംഗം വരുത്തരുതെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഹിജ്റാബ്ദം 40 റമളാൻ 19 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളടഞ്ഞു. ശരീരം നിശ്ചലമായി. ആ പുണ്യാത്മാവ് സ്വർഗം പോയി. ജനം മുൽജമിനെ വധിച്ചു. 4 വർഷവും 9 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. കൂഫയിലുള്ള നജഫിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്.